ഹലോ ഗൈസ്, പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫിലേക്കുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളത്. സത്യത്തിൽ അത് കുറച്ച് കോമഡി ആണെങ്കിലും ഞാനിതിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഒരുപാട് കമൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പലരും മെസ്സേജ് അയച്ച് വരെ ചോദിക്കുന്നുണ്ട്. ഇനി അഥവാ ആരെങ്കിലും ഇത് പ്രതീക്ഷ വെച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരും കൂടി അറിയാനായിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇപ്പോൾ 14 മത്സരങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് 14 പോയിന്റുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്താണുള്ളത്. നമുക്കറിയാം ടോപ്പ് 6 എത്തി കഴിഞ്ഞാലാണ് പ്ലേ ഓഫിനേക്കുള്ളൊരു സാധ്യത ഉള്ളത് എന്നുള്ളത്. സോ ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇനി 10 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. ഇതിൽ നിന്ന് മാക്സിമം 30 പോയിന്റ് വരെ നേടാമല്ലോ. എന്താണെങ്കിലും 30 പോയിന്റ് നേടുക എന്ന് പറയുന്നത് ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. എന്നിരുന്നാൽ പോലും നമുക്ക് ഇപ്പം ഈ ഒരു 10 മത്സരങ്ങളിൽ നിന്ന് 6 മത്സരങ്ങൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 18 പോയിന്റ് കിട്ടും. 18 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 32 പോയിന്റ് ആകും. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഏതാണ്ട് 32 പോയിന്റ് മതി എന്നുള്ളതാണ്. സോ റിയലിസ്റ്റിക്കലി ഏതൊരു ക്ലബിനും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു ടോപ്പ് 6 എയിം ചെയ്യുന്നവർക്ക്. പക്ഷേ ഇത് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഥയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത് എത്രമാത്രം റിയലിസ്റ്റിക്കലി പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചാബ് എഫ് സിക്ക് എതിരെയുള്ള മത്സരത്തിന് ശേഷം ആരായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായിട്ട് ഉണ്ടാകുക എന്നുള്ളത് യാതൊരു വിധത്തിലൊരു ഐഡിയ ഇല്ല. ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്റ്റേബിൾ അല്ലാത്ത ഒരു സ്കോഡുമായിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ സ്കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 6 മത്സരങ്ങൾ വിജയിക്കുക എന്ന് പറയുന്ന സ്വപ്നം കാണേണ്ടത്. അതുപോലെ ഓരോ മത്സരത്തിലും ആര് ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കാട്ടുമെന്ന് നമ്മൾ നോക്കിയിരിക്കുന്ന മത്സരങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുക. ആ ഒരു ടീമിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 6 മത്സരങ്ങൾ വിൻ ചെയ്യേണ്ടത്. മാത്രമല്ല ഈ 10 മത്സരങ്ങളിലും നമ്മൾ നേരിടേണ്ടി വരുന്നത് മോഹൻ ബഗാനെയും ഒഡീഷ എഫ് സിയെയും മുംബൈ സിറ്റി എഫ് സിയെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയും അങ്ങനെ ശക്തരായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ടീമുകളെയാണ്. ഇവർക്കൊക്കെ എതിരെ കളിച്ചിട്ടാണ് നമ്മൾ 6 മത്സരം വിജയിക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തേണ്ടത്, അല്ലെങ്കിൽ 18 പോയിന്റുകൾ നേടുക എന്നുള്ള തരത്തിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പ്രോബബിലിറ്റിയൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദൂരമാണ്. ഒരു മിറക്കിൾ സംഭവിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു നല്ല സ്കോഡിനെ നമ്മൾ ജനുവരിയിൽ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു മികച്ച കോച്ച് വന്നൊരു അമേസിങ് റണ്ണൊക്കെ നടത്തുന്നു. എങ്കിൽ മാത്രമേ ആ സാധ്യതയുള്ളൂ. അത് എങ്ങനെ നടക്കാനാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ഈ പരുവത്തിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സ്കോഡിനെ വെച്ചിട്ട് പ്ലേ ഓഫ് കളിച്ചിട്ട് എന്ത് ഗുണം? ആ എലിമിനേറ്ററിൽ പോയി എല്ലാ വർഷത്തെ മൂലം തോറ്റ് തിരിച്ചു മടങ്ങാനോ? അതിൻ്റെ പേരിൽ ഞങ്ങൾ 4 വർഷം പ്ലേ ഓഫ് കളിച്ചേ എന്ന് ഒബ്സഷൻ ചാറ്റർജി പറയുന്നത് കേട്ട് പുളകം കൊള്ളാനോ അല്ലെങ്കിൽ കണ്ണിപ്പൊടിയിട്ടിട്ട് അതിനകത്ത് വീഴാൻ, കൃത്യമായിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയിൽ ഒരു ടീം എടുത്തിട്ട് അല്ലെങ്കിൽ ഇറക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. അതല്ലാണ്ട് ഇങ്ങനെ തട്ടിക്കൂട്ടി പോയിട്ട് ഒരു ഭാഗ്യം കൊണ്ട് ഇങ്ങനെ കയറി പോകേണ്ട ഒരു ആവശ്യകതയൊന്നും ഇല്ല. എന്താണെങ്കിലും റിയൽ കണ്ണിപ്പൊടിയിടൽ പരിപാടിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഉടനെ എത്തിക്കുന്നുണ്ട്. കമ്മിങ് ഡേയ്സിൽ തന്നെ എത്തിക്കാം. സോ അതിനകത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. സോ ഗൈസ്, ഈ ഒരു വിഷയം നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ചെയ്യാൻ കമ്പൽസറി സനിയോ.